മുൻകാലങ്ങളിൽ ഒട്ടേറെ ബാങ്ക് കവർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും മുഖംമൂടി ധരിച്ച് കയ്യിൽ ആയുധങ്ങളുമായി വന്ന് മിന്നൽ വേഗത്തിൽ ബാങ്കുകൾ കൊള്ളടിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഡിജിറ്റൽ യുഗത്തിൽ തോക്കുകൾക്കും തുരങ്കങ്ങൾക്കും പകരം കമ്പ്യൂട്ടർ കോഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന സൈബർ ബാങ്ക് കൊള്ളകളാണ് ലോകത്തെ കൂടുതൽ ഭീതിയിലാഴ്ത്തുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈബർ ബാങ്ക് കൊള്ളകളിൽ ഒരെണ്ണം നടന്നത് ബംഗ്ലാദേശിലാണ്. 2016 ബംഗ്ലാദേശ് സെൻട്രൽ ബാങ്കിൽ നിന്നും $100 മില്യൺ അടിച്ചു മാറ്റിയത്. ഹാക്കർമാർ ബാങ്കിംഗ് ആശയവിനിമയ ശൃംഖലയായ സ്വിഫ്റ്റ് സിസ്റ്റത്തിൽ കടന്നുകൂടിയാണ് ഈ പണി ചെയ്തത്. ബംഗ്ലാദേശ് സെൻട്രൽ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്നും ഏകദേശം $1 ബില്യൺ തട്ടിയെടുക്കാനായിരുന്നു അവരുടെ പദ്ധതി. എന്നാൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്റെ പേരിൽ ഈ സൈബർ കൊള്ള പിടിക്കപ്പെടുകയായിരുന്നു. ന്യൂയോർക്ക് ഫെഡറൽ റിസർവ് ബാങ്കിലേക്ക് അയച്ച ഒരു ഇടപാടിൽ ഫൗണ്ടേഷൻ എന്ന വാക്കിന് പകരം ഫണ്ടേഷൻ എന്ന് തെറ്റായി ടൈപ്പ് ചെയ്തത് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതോടെ തട്ടിപ്പ് നടക്കുന്നു എന്ന് മനസ്സിലാക്കാനും ബാങ്കിലെ കൂടുതൽ പണം നഷ്ടപ്പെടുന്നത് തടയാനും അവർക്ക് കഴിഞ്ഞു. എങ്കിലും $100 മില്യൺ ഫിലിപ്പീൻസിലെ കാസിനോകളിലേക്ക് മാറ്റാൻ ഈ ഹാക്കർമാർക്ക് സാധിച്ചിരുന്നു. കാർബനാക് ഗ്രൂപ്പ് കൊള്ള എന്നറിയപ്പെടുന്നത് ഒരു ബാങ്കിനെയല്ല, ലോകം എമ്പാടുമുള്ള 100ലധികം ബാങ്കുകളെ ലക്ഷ്യം വെച്ചുള്ള ഒരു കൊള്ളയായിരുന്നു. അതിനായി ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് മാൽവെയർ അടങ്ങിയ ഇമെയിലുകൾ അയച്ച് അവരുടെ കമ്പ്യൂട്ടറുകൾ ആദ്യം ഈ സംഘം ഹാക്ക് ചെയ്യും. മാസങ്ങളോളം ബാങ്കിലെ നടപടികൾ നിരീക്ഷിച്ച ശേഷം ATMകൾ ഒരു പ്രത്യേക സമയത്ത് പണം പുറത്തേക്ക് നൽകുന്ന രീതിയിൽ അവർ പ്രോഗ്രാം ചെയ്തു വെച്ചു. ആരെങ്കിലും ATMൽ കാർഡ് ഇടുന്നതിന് മുമ്പ് തന്നെ പണം താനെ പുറത്തേക്ക് വരികയും പുറത്തു നിൽക്കുന്ന സംഘത്തിലെ അംഗങ്ങൾ അത് ശേഖരിക്കുകയും ചെയ്തു. വിവിധ ബാങ്കുകളിൽ നിന്നായി $1 ബില്യൺ ഇങ്ങനെ നഷ്ടമായത്. 2013 മുതൽ 2015 വരെ ഏകദേശം 2 വർഷത്തോളം ഈ കൊള്ള നടന്നിരുന്നു. 2018 ഇന്ത്യയിലെ കോസ്മോസ് ബാങ്കിലെ സൈബർ അറ്റാക്ക് കാരണം $94 കോടി നഷ്ടമായിരുന്നു. ഇന്ത്യയിലെ പൂനെ ആസ്ഥാനമായുള്ള കോസ്മോസ് ബാങ്കിൽ നടന്ന ഈ കൊള്ള ഇന്ത്യയെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. ബാങ്കിന്റെ ഡെബിറ്റ് കാർഡ് പേയ്മെന്റ് സിസ്റ്റം ഹാക്ക് ചെയ്ത് ഒരു പാരലൽ സിസ്റ്റം ഈ സംഘം ഉണ്ടാക്കി. ഒരേ സമയം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ ATMകളിൽ നിന്ന് 2.5 മണിക്കൂറിനുള്ളിൽ 14,000 ഇടപാടുകളിലൂടെയാണ് അവർ ഈ പണം പിൻവലിച്ചത്. നേരിട്ടുള്ള ബാങ്ക് കവർച്ചകളും സൈബർ അറ്റാക്കുകളും അല്ലാതെയും ബാങ്കുകളിലെ പണം കൊള്ളയടിക്കുന്നുണ്ട്. അതിപ്പോൾ നടക്കുന്നത് നമ്മുടെ കേരളത്തിലെ സഹകരണ ബാങ്കുകളിലാണ്. സംസ്ഥാനത്ത് തട്ടിപ്പ് നടത്തിയ 400ഓളം സഹകരണ ബാങ്കുകളുണ്ട്. കരുവന്നൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും $300 കോടി തട്ടിപ്പ് നടത്തിയത്. നേമം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും 100 കോടിയും അങ്കമാലി അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും 96 കോടി തട്ടിപ്പ് നടത്തിയിരുന്നു. തോപ്രാംകുടി, കുട്ടനല്ലൂർ, കഞ്ഞിക്കുഴി, അടിമാലി, കൂത്താട്ടുകുളം, വരാപ്പുഴ, കോഴിപ്പള്ളി എന്നിവിടങ്ങളിലെ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ഇങ്ങനെ തട്ടിപ്പ് നടത്തിയിരുന്നു. തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ നിന്നും മാത്രമായി സഹകരണ ബാങ്കുകൾ, എംപ്ലോയീസ് സംഘടനകൾ ഉൾപ്പെടെ 100ൽ പരം സ്ഥാപനങ്ങളിൽ ഇങ്ങനെ പണം വെട്ടിപ്പ് നടന്നിട്ടുണ്ട്.